ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആദ്യം തന്നെ എല്ലാവരോടും സോറി ചോദിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് കുറച്ച് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഇടുന്ന ഈ ഒരു വീഡിയോ മറ്റൊന്നും കൊണ്ടല്ല, എന്നോട് ഒരാൾ റിക്വസ്റ്റ് ഇട്ടതുകൊണ്ടും പിന്നെ എനിക്ക് മൈൻഡിലൊരു തീം വന്നതുകൊണ്ടും ആണ് ഞാൻ ചെയ്യുന്നത്. സോ യു ആർ റൈറ്റ്, ഞാൻ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കടന്നു വന്നതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. സോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഇൻസ്റ്റയിൽ വരുന്നവർക്ക് പിന്നെ ഞാനൊരു കണക്ഷൻ ഉണ്ടാവാറുണ്ട്. അല്ലാതെയുള്ള ഇൻസ്റ്റ യൂസ് ചെയ്യാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവർ. അവർക്കായിട്ട് ഞാനിവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ കമൻ്റായിട്ട് പറഞ്ഞോളൂ. ഞാൻ നെക്സ്റ്റ് സൺഡേ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ആൻസർ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഫസ്റ്റ് ടൈമാണ് കുക്ക് വി ചെയ്യുന്നത്, കമൻറ്റ് മസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടോളൂ. ബൈ. എന്ത് പറ്റി ജാൻസി? മുഖത്തിനൊരു മാറ്റം? ഒന്നുമില്ലടി. നീ ആരെയാ നോക്കുന്നേ? അത് മനസ്സിലായി, മോളെ ഡിയറസ്റ്റ് ഫ്രണ്ടിനായിരിക്കും. ഇതോ വരുന്നുണ്ട്. दिल के अंदर तू है ना, सामने भी तू है ना, आँख में भी तू है फातिमा, फातिमा। ഓ എൻ്റെ ജാൻസി കൊച്ചേ, നീ എവിടെയായിരുന്നടി? 2 ദിവസമായിട്ട് പെണ്ണ് കോളേജിലും വന്നിട്ടില്ല. എനിക്ക് പനിയായിരുന്നു. ഓ അല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളൂ? എവിടെ നമ്മുടെ ആള്? ഇതോ വരുന്നു. അവന് പിന്നെ എല്ലാവരും ഒന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് വേണ്ടേ വരാൻ? ഇവിടുത്തെ പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോ അല്ലേ? ഹായ് ലേഡീസ്. നീ എവിടെയായിരുന്നാ? അത് പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ ഫാൻസ്. ഓ നിന്റെ ഫാൻസ്. സൈലൻസ്. സാറ് വന്നു, ഇരുന്നേ. മോളെ പാത്തു, എന്താടാ കുട്ടാ? അപ്പം നമുക്ക് പോയാലോ? നിന്റെ ഈ കോളേജിലേക്ക് കൊണ്ടുവരലും കോളേജ് വിട്ടുള്ള കൊണ്ടുപോക്കും ഇവിടുത്തെ കുട്ടികൾക്കൊന്നും അത്ര പിടിക്കുന്നില്ല. അതെന്താ മോളെ പിടിക്കാത്തത്? ഞാനിട്ട് കട്ടുകൊണ്ട് പോയാലോ? ആ അത് പോയല്ലോ. എന്തോന്ന്? ഒന്നുമില്ല, നീ വണ്ടി കയറ്. എന്നാ പറപ്പിച്ച് വിട് പാപ്പ. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല, വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചൂടെ? എന്തിന്? അല്ല, ചുമ്മാ ഒരു ചായക്കത്തുനിന്ന് വിടാലോ. ഒന്നുമില്ലെങ്കിൽ പെട്രോളിൻ്റെ കാശ് വരെ വാങ്ങാതെ നിന്നെ കൊണ്ടുപോയി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നില്ലേ? അതിൻ്റെ പിന്നെ രഹസ്യം എനിക്ക് മാത്രമേ അറിയൂ. മോൻ അധികം ഇവിടെ നിൽക്കാതെ സ്ഥലം വിട്ട്. അല്ലല്ല ഇറച്ചി പടാ. ഈ പെണ്ണ് അല്ലവിടെ ഉണ്ടാവും. എൻ്റെ കൽബ് കവർന്ന സുന്ദരി,
നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇല്ലാത്ത പൈസയും കൊടുത്ത് ഞാൻ ഈ പെട്രോൾ അടിച്ച് ഈ മുതലിനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഇവിടെ വരുന്നത്. എന്നാ നിന്നെ ഒന്ന് കാണാം. നോ വേ. ഒന്നാ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെ? എൻ്റെ ഒരു വിധി. ഉമ്മി വന്നോ? ചായ എടുത്ത് കുടിക്ക്. ഇത്തൂസ് വന്നില്ലേ? അവൾ വരാൻ നേരമാവുന്നല്ലേ ഉള്ളൂ. ആ അത് ശരിയാ. എന്താണ് ഇന്ന് എന്നെ ഒരു ചോദ്യമൊക്കെ? परवाइनी आयशा परवाइनी ഏയ് നമ്മുടെ മുഞ്ചത്ത് ഇത്തൂസ് വന്നിട്ടുണ്ടോന്നല്ലേ ചോദിച്ചോളൂ, അല്ലാതെ വേറെന്തേലും ഞാൻ ചോദിച്ചോ? എടിയടി, സോപ്പിങ് ഇവിടെ വേണ്ട. ഈ കലത്തിൽ അത് വേവൂല. ഓ പിന്നെ നാറുന്ന പെണ്ണെ, പോയി കുളിക്കി. ഓ നിങ്ങൾ വന്നതോ? ഞാനതിന് നിന്നെപ്പോലെ വന്ധ്യം പാട് അടുക്കളയിലും കയറി ചായ കുടിക്കാനല്ല, നേരെ പോയി ഫ്രഷ് ആവാനാ. മതി മതി, ആ ടീച്ചർ പണിയൊക്കെ അങ്ങ് സ്കൂളിൽ. ഇവിടെ വേണ്ട. ഇവിടെ എൻ്റെ പുന്നോട് ഇത്തൂസായ മതി. മതി മതി, നടന്നേ മോളെ. ആ നിനക്ക് ചായ വേണ്ടേ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഉമ്മ, എന്നൊരു കുടിക്കാം. ഈശു, നീ ഇന്ന് ലേറ്റ് ആയിട്ടാണോ വരുന്നത്? അതമ്മ. നിനക്ക് എത്ര മണിക്കാണ് ക്ലാസ് കഴിയുന്നത്? ചിരിക്കരുത് കേട്ടോ, ഞാനിന്ന് കണ്ടല്ലോ. ഞാനൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. അമ്മ എന്തറിഞ്ഞെന്നാ? നീ ഏത് പെങ്കൊച്ചിനെയാടാ ബൈക്കിൻ്റെ പിറകിൽ വെച്ച് കൊണ്ടുപോകുന്നത്? അയ്യോ അമ്മ, അത് അങ്ങനെ അങ്ങ് ചോദിക്കമ്മേ. എടാ, എന്നോട് ചൂടാവണ്ട, ഞാനും കണ്ടിട്ടുണ്ട്. സത്യം പറ ചേട്ടാ, ഏതാ മജുതി? അയ്യോ, അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് പറഞ്ഞാ ലാസ്റ്റ് വേറെ പലതും ആകുന്നത്. അമ്മ ഇതിനോട് മിണ്ടാതിരിക്കാൻ പറ. പോടോ കൊച്ചെടുക്കാ. ഇതേ അവൻ്റെ മെക്കിട്ട് കയറണ്ട. സത്യം പറയണ, ആരടാ കൊച്ച്? അമ്മ അതെൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ. ഏത് കൊച്ച്? പേര് ഫാത്തിമ. ആ ബാക്കി പറ. നീ എന്തിനാ അവളെ എപ്പോഴും വീട്ടിൽ കൊണ്ടാക്കുന്നേ? അത് കണ്ട ചിട്ടിക്കളി. എടാ, എൻ്റെ കൂടെ വായു വന്ന് പറപ്പിക്കരുത്, പോടാ. എഴുതിയിൽ എണ്ണ വയ്ക്കുന്നേ. നീ മിണ്ടാതിരി. കേശു പറ. അതമ്മേ, ദേ മോത് നോക്ക്, സത്യം പറ, എന്താടാ? അത് ഞാൻ വേറെ ആളെ കാണാൻ പോകുന്ന. അതേതേ വേറെ ആള്? എടാ മോത്ത് നോക്കി പറയടാ. അത് ഇങ്ങ് നോക്കിക്കേ. എന്താ? നിന്റെ അപ്പനില്ലേ, അങ്ങേരെ എന്നെ ഇഷ്ടമാണെന്നേ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞേക്കണേ. അല്ല നിന്റെ മാതിരി ഇങ്ങനെ മണകുണാപ്പനാക്കിയിട്ടല്ല നടന്നേ. അതിനിപ്പം ആരോടാ ഇഷ്ടം? ഓ ഇങ്ങനൊരു അത് അമ്മ അങ്ങനെയല്ല. ഇങ്ങനെയല്ല. എടാ ഇങ്ങ് മുഖത്തേക്ക് നോക്ക്. നിന്നെ പ്രസവിച്ചത് ഞാനാ. അല്ലാന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആ പറയണ്ട, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? എടാ നിന്റെയൊക്കെ സ്വഭാവം കണ്ടാൽ എനിക്കറിയാം എന്താണ് എന്ന്. ഏതാടാ പെങ്കൊച്ച്? അത് പോന്നോട്ടെ. പാത്തുൻ്റെ സിസ്റ്ററാ. ഓഹോ, എന്താ പഠിക്കുകയാണോ? അത് എന്താണ് ഇവിടെ അമ്മയും മക്കളും തമ്മിലൊരു ചർച്ച? ഓ നിങ്ങളെത്തിയോ? നിങ്ങളും വരൂ, അറിയണല്ലോ മോൻ്റെ ലീലാവിലാസങ്ങളൊക്കെ. എന്നാടി എൻ്റെ മോൻ കുഴപ്പം? മോനൊരു പെങ്കൊച്ചിനോട് ഇഷ്ടം. ആന്നോടാ? ആരാടെ പെണ്ണ്? എന്തു പറയാനാ, ഒരു ഉമ്മച്ചിക്കുച്ച. ഏ? എന്നിട്ട്? മനസ്സങ്ങ് തുറന്നിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ പോരുന്നേ ഉള്ളൂ, വഴിയിലാണ്. ബാക്കി പറയടാ.
ആരാ കക്ഷി? എന്താ ചെയ്യുന്നേ? പേരെന്താ? ഇതൊക്കെ കൂടി ഇങ്ങനെ ഒറ്റടിക്ക് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നീ പറ, കേക്കട്ടെ. അത് പേര് ആയിഷ. ഉം. അവളിവിടെ ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോ എടാ നിന്നേക്കാൾ അതെങ്ങനെ ശരിയാവും മോനെ? അതാണമ്മ. ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും വിഷയമല്ല. അതെന്താണ് ഈ ഒന്ന് രണ്ട് പ്രോബ്ലംസ്? ഒരു പ്രോബ്ലം ഏജ് തന്നെയാണ്. അവളെന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. 4? എന്താ 4 എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നെട്ടുന്നേ? ഇവിടെ 10 വയസ്സിന് ഡിഫറൻറ്റ് ഉള്ളവർ മാരേജ് ചെയ്യുന്നു എന്നിട്ടാ. നീ മിണ്ടാതിരിയടാ. പിന്നെ കാസ്റ്റ്. അതിവിടെ വിഷയമൊന്നുമല്ല. വേറെ ഇനി എന്താ? അതാണ് വലിയ വിഷയം. അതെന്താ ഇത്ര വലിയ വിഷയം? 2 കാര്യമുണ്ട്. പറയടാ. ഒന്നാമത്തത് 4 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ ഉമ്മയാണ്. രണ്ടാമത്തത് അവൾ ഡിവോഴ്സായൊരു പെൺകുട്ടിയാണ്. വാട്ട്? എന്ത്? നീ എന്താടാ ഈ പറയുന്നേ? ഐഷു, ആ മോൻ ഉറങ്ങിയോ? ഇല്ല ഉമ്മ, അവനെ ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കുക. നീ കഴിക്കുന്നുണ്ട്? ഉമ്മ നോക്കോളും, ഞാൻ വന്നോളാം. എനിക്ക് 1-2 പേപ്പേഴ്സും കൂടി നോക്കാനുണ്ട്. ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. വേഗം വാ, എന്നാ പാത്രമൊക്കെ എടുത്ത് വെച്ച് കിടക്കാമല്ലോ. ഉമ്മ കിടന്നോ? ഞാൻ എടുത്ത് കഴിച്ചോളാം. ഐഷു, എന്താമ്മ? എനിക്ക് വേണ്ട, എനിക്കറിയാം ഉമ്മ എന്താ പറയാൻ വരുന്നതെന്ന്. എൻ്റെ ലൈഫ് എൻ്റെ ആദ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു ലൈഫ് അത് ഞാനിപ്പോൾ ആഗ്രഹിക്കണമെന്നില്ല. ആര് ചോദിച്ചതാണെങ്കിലും ഉമ്മ അവരോട് പറഞ്ഞേക്ക് എനിക്ക് താല്പര്യമില്ല. മോളെ, നീ ചെറുപ്പമാണ്, അതിനെന്താ ഉമ്മ? ഒരു ജീവിതം എനിക്ക് തന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളാണ്. ഒരു പെണ്ണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത. മോളെ വേണ്ടുമ്മ, എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ഇക്കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാനത് മറക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഇല്ല, എൻ്റെ കുട്ടിയൊന്നും ആലോചിക്കേണ്ട. ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുട്ടീനെ അന്വേഷിച്ച് ആരും വരണ്ട. ഉമ്മൻ്റെ റൂഹ് പോണ വരെ ഞാൻ ഉണ്ടാവും എൻ്റെ കുട്ടീൻ്റെ കൂടെ. ഉമ്മൻ്റെ കുട്ടി വേഗം പണിയൊക്കെ തീർത്ത് ഭക്ഷണം കഴിക്കും. എൻ്റെ മോൻ, അവൻ മതി എനിക്ക് ഈ ജീവിതം മുഴുവനും ജീവിച്ചു തീർക്കാൻ. അതിൻ്റെ ഇടയിൽ ആരും വേണ്ട, ആരും. ഐഷ, ഞാൻ നിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഈ വോയിസ് കേൾക്കുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല.
ബട്ട് ഐ റിയലി ലവ് യു. എത്രമാത്രം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിന്നെ ആദ്യമായി കണ്ട അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ അത് കൂടുതലാതെ ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. നീ ഒരു കുട്ടിയുടെ ഉമ്മയാണെന്ന് അറിഞ്ഞപ്പോഴും ഒരാളുടെ കൂടെ ജീവിച്ചവളാണെന്ന് അറിഞ്ഞിട്ടും ഇന്ന് വരെ നീ എങ്ങനെയാണോ എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ കളങ്കമില്ലാതെ ഇന്നും ഉണ്ട്. സ്നേഹിച്ചുടടി നിനക്കെന്നെ. കല്ലു പ്ലീസ്. എനിക്ക് വേണ്ട, ആരും വേണ്ട. ഒരുത്തൻ്റെ കൂടെ തന്നെ ഞാൻ വേണ്ട. എല്ലാ ആളുകളും ഇങ്ങനെ തന്നെ ആദ്യം സ്നേഹിക്കും, പിന്നെ അവര് ഇത്തൂസേ നിങ്ങൾ വരില്ലേ? ആടി ഞാൻ ഇപ്പം വരാം. ഈ ചെറുക്കനിത് മാറ്റി കഴിഞ്ഞില്ലേ? ഞാൻ വരുന്നു ഉമ്മി, ഞാൻ പാല് കുടിച്ചില്ല. എൻ്റെ പഠിച്ചോണേ, ഈ ചെറുക്കന് നീ ഇതുവരെ എന്താക്കിയനു? ഞാനോ? ഞാൻ ഡോറയും ബുജിയും കാണീനു. ഡോറ മലേൻ്റെ മുകളിൽ എത്തിയില്ലേനു, അപ്പൊ അത് കാണീനു. ഈ ചെക്കൻ എനിക്കത് വന്നിട്ട് കണ്ടാ പോരെ? എന്നിട്ട് കാണുമ്പോൾ അതുണ്ടാവില്ലല്ലോ. നമുക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല, എനിക്ക് അറിഞ്ഞിട്ടാണല്ലോ പറയുന്നില്ല. ഇന്ന് വന്നേ, സ്കൂൾ ബസ് ഇപ്പോൾ പോവും. സ്കൂൾ ബസ് പോയിക്കോട്ടെ, എന്നെ കൊണ്ടാക്കാൻ കേശവങ്ങൾ വരും. ഓ ഈശോങ്കൾ. ആളുകുട്ടാ, കുരിശ്. എന്തേലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്നവാ ആളുകുട്ടനെ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, സ്കൂൾ ബസ് ഇപ്പോൾ വരും. എന്തു പറ്റി? ടീച്ചറുമാർക്ക് എന്നൊരു കനം. ഒന്നുമില്ല, അതും ബസ് വന്നു. വന്നേ. ഞാൻ പോയിട്ട് വരാട്ടോ. ടാറ്റ. അതെ, ഉം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാൻ പറ്റുമോ? എനിക്ക് സ്കൂളുണ്ട്. എപ്പോഴാണ് ഫ്രീ ആവാ? അടുത്ത സൺഡേ. ഓക്കെ. അല്ല, ഇയാളിപ്പോൾ ബീച്ചിൽ കൊണ്ടുവന്നത് തിരയെണ്ണാനാണോ? ഏയ് അല്ല, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിരുന്നു. എന്നാ പറ. വേറൊന്നുമല്ല, ഞാൻ നമ്മുടെ കാര്യം. നമ്മുടെ കാര്യം? നമ്മുടെ എന്താ കാര്യം? അശു, താനൊന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. കല്ലു പ്ലീസ്. അശു, ഞാൻ ഇതിനുള്ള റിപ്ലൈ തനിക്ക് തന്നതാണ്. എനിക്കിഷ്ടമല്ല. റീസൺ പറയൂ. ഞാൻ ഇനിയൊരു ജീവിതത്തെ പറ്റി ആലോചിക്കുന്നില്ല, അത് തന്നെ റീസൺ. എന്തുകൊണ്ട്? കല്ലു പ്ലീസ്, താൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കണം. സത്യമാണ്, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാതെ തന്നെയാണ് ഒരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്. അത് എൻ്റെ ഉപ്പയുടെ ഒരു ആഗ്രഹം മാത്രമാണ്. കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ ജീവിതം എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ പരാജയപ്പെട്ടവളാണ്. ഒരുപാട് വേദനകൾ സമ്മാനിച്ചതാണ് എനിക്ക് ആ ജീവിതം. പുരുഷവർഗത്തെ ഞാൻ പാടെ വെറുത്തത് ആ ജീവിതം കൊണ്ടാണ്. എനിക്ക് അതിനുശേഷം ആണുങ്ങളെ കാണുന്നത് ഇഷ്ടക്കേടായിരുന്നു. പക്ഷേ നീ, ഞാൻ അറിയില്ല, നീ നല്ലൊരു ഫ്രണ്ടായിരുന്നു എനിക്ക്. അന്ന് പാത്തുനെ കോളേജിൽ ചേർത്തപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ആരോ എന്തോ ഒരു, എനിക്കറിയില്ല. അത് തന്നെയാണ് എനിക്കും. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ കണ്ണുകൾ അതിനെ വല്ലാതെ ആകർഷിക്കുന്നു പെണ്ണെ. ഒരുപാട് വട്ടം തലച്ചോറ് പറയുന്നു വേണ്ട വേണ്ട വേണ്ട, പക്ഷെ മനസ്സ് കേൾക്കുന്നില്ല. നിന്നെ വേണം വേണമെന്ന് പറയുന്നു. നീ ഒരാളുടെ കൂടെ ജീവിച്ചതാണ്, ആളുടെ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. ഒക്കെ അറിഞ്ഞിട്ടും
നോർമലി ഒരാൾ വേണ്ടാന്ന് വെക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ ജീവിതം കേട്ടപ്പോൾ, നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ കൂടുതൽ സ്നേഹിക്കാൻ തോന്നി. നീ നീ ആഗ്രഹിച്ചൊരു ജീവിതം നിനക്ക് തരണമെന്ന് തോന്നി. ഞാൻ സ്നേഹിച്ചോളാം. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നു. എനിക്ക് നോക്കൈഷ, ടൈം എടുത്തു, എത്ര വേണേലും. നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്ക് എക്സാമാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ജർമ്മനിക്ക് പോകും. എൻ്റെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് എനിക്ക് ജോബൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 ഇയേഴ്സ് അത് കഴിഞ്ഞ് നാട്ടിൽ വരും. അപ്പം നീ പറഞ്ഞാൽ മതി. അപ്പം നിനക്ക് ഇഷ്ടമില്ലെങ്കിലും ഒരാൾക്കൊരാളോട് തോന്നുന്ന ഇഷ്ടം അതങ്ങനെ പോകുന്നതല്ല. എനിക്ക് നിന്നോടുണ്ടായ ഇഷ്ടം അതങ്ങനെ 3-4 വർഷങ്ങൾ കൊണ്ട് പോകുന്നതല്ല. ഈ ജന്മം എടുത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചതുപോലെ ഒരാളെയും ഇനി എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ കടൽ സാക്ഷിയായി ഞാൻ പറയുന്നു, ഇതിലടിക്കുന്ന ഓരോ തിരകൾ പോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ഓരോ നിമിഷവും ആർത്തിരമ്പുകയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ഐ ലവ് യു ഇഷ, ഐ ലവ് യു സോ മച്ച്. കല്ലു. എന്നും അന്ന് പറഞ്ഞ അതേ ഇഷ്ടം അവൻ എന്നോടുണ്ടാവോ അറിയില്ല. ഉമ്മി ആ, ഇത് നോക്കിക്കേ. ഇത് എനിക്ക് ആര് വാങ്ങി തന്ന? അതാ കല്ലു. എപ്പോ എപ്പോ വന്നു? നീ നീ ഞാനെപ്പോഴും വരാറുണ്ട് ഇവിടെ. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ? ഞാനെന്തൊക്കെയാ ചോദിക്കുന്നത്? നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ നൈറ്റ് എത്തി. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? വീട്ടിൽ പോയിനു, ഉമ്മ പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. ഓ, എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. ഓ, എവിടുന്നാ പെണ്ണ്? പെണ്ണ് അപ്പോൾ കെട്ടല്ലേ? എന്താ കെട്ടല്ലേന്ന്? നിന്നോട് തന്നെ ആടി. ആയിഷു ഇഷ്ലേ ബദേശ് എന്നാണ്? ഐ ലവ് യൂന്ന്. I love you too. ശ്വാസമേ ജീവനേ
തുച്ചിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര വരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മണിക്കുള്ളിൽ പുലരിയിൽ പാറിപ്പാറിയെന്നെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ആയിഷ. ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ കണ്ണാടി ചില്ലുപോലെ മിന്നും ശുക്കൂർ സുന്ദരന ചിരി